ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോ, എവിടെയെങ്കിലും ഒരിടത്ത് ലോക്ക് ചെയ്താൽ രണ്ട് ലോക്ക് ആവും എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലുള്ള ജീപ്പിൻ്റെ റാംഗ്ലർ എന്ന് പറയുന്ന മോഡലാണ്. ശരിക്കും ഇതൊരു റൂബിക്കോൺ കിറ്റൊക്കെ കയറ്റിയിട്ടുണ്ടെങ്കിലും നമ്മളിരിക്കുന്നത് റാംഗ്ലർ എന്ന് പറയുന്ന മോഡലാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ജീപ്പ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിക്ക് പാസഞ്ചർ വെഹിക്കിളും മാത്രമാണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജീപ്പ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി 1992 അവരുടെ കൊമാഞ്ചെ എന്ന് പറയുന്ന മോഡൽ, അതായത് കൊമാഞ്ചെ എന്ന് പറയുന്ന പിക്കപ്പിനെ നിർത്തലാക്കിയതിനു ശേഷം പിന്നീട് 2018 വാഹന വിപണിയിലേക്ക് അവതരിപ്പിച്ച അവരുടെ ഏറ്റവും പുതിയ ഒരു പിക്കപ്പിനെയാണ്. അതാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്, ജീപ്പ് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന മോഡൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ജീപ്പിൻ്റെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ വാങ്ങാൻ കിട്ടുന്ന ഒരേ ഒരു ഫുൾ സൈസ് പിക്കപ്പ് ആയിട്ടുള്ള ജീപ്പ് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും റോയൽ ഡ്രൈവ് സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജീപ്പിൻ്റെ ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, ജീപ്പ് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന മോഡൽ കൺവേർട്ടബിളിൻ്റെ അകത്ത് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുക. ബാക്കിലത്തെ ആ ഒരു പിക്കപ്പിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഹാർഡ് ടോപ്പും എല്ലാം തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം, കൺവേർട്ടബിൾ ആക്കി എടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു 4 വീൽ ഡ്രൈവ് വാഹനമാണ്. അതുപോലെ തന്നെ ഇതൊരു 4 ഡോർ വാഹനമാണ്. ഇതൊരു ഫാമിലി പർപ്പസ് വാഹനമാണ്, കാരണം 5 ആളുകൾക്ക് യാത്ര ചെയ്യാം. ട്രക്കിംഗ് വാഹനമാണ്, അതായത് ഓഫ് റോഡ് ട്രക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ പോവാം. കാരണം എന്താ വെച്ചാൽ 4 വീൽ ഡ്രൈവ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ക്യാമ്പിങ്ങിന് പോകണമെങ്കിൽ അതിനും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു ഓൾ ഇൻ വൺ PC എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ഓൾ ഇൻ വൺ കാറാണ് ജീപ്പ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഗ്ലാഡിയേറ്റർ എന്ന് പറയാം. അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, അതായത് കാർ ഹണ്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ സീസൺ 1 സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ലക്ഷറി പ്രീമിയം സെക്കൻഡ് ഹാൻഡ് കാർ ഡീലേഴ്സാണ്. എല്ലാവർക്കും അറിയാം റോയൽ ഡ്രൈവിനെ കുറിച്ചിട്ട്. വിരാട് കോഹ്ലിയുടെ ലംബോർഗിനി, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റായിട്ട് മെഴ്സിഡീസിൻ്റെ EQC തുടങ്ങിയിട്ട് ഒരുപാട് മോഡലുകൾ സെയിലിനെത്തിയിട്ടുണ്ടായിരുന്ന ഇന്ത്യയിലെ തന്നെ ഏക സ്ഥാപനം എന്ന് വിശേഷിപ്പിക്കാം. അത്തരത്തിൽ ഒരുപാട് കണക്ഷനുകളും സന്തുഷ്ടരായിട്ടുള്ള കസ്റ്റമേഴ്സും ഉള്ള ഒരു സ്ഥാപനമാണ് റോയൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് നമ്മുടെ കാർ ഹണ്ടിൻ്റെ സീസൺ 1 സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഗ്ലാഡിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള റൂബിക്കോണുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റൂബിക്കോൺ എഡിഷനാണ്, ഗ്ലാഡിയേറ്ററിൻ്റെ റൂബിക്കോൺ എഡിഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ജീപ്പിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എലമെൻറ്റുകളും അതുപോലെ തന്നെ റൂബിക്കോണിൽ കണ്ടിട്ടുള്ള എലമെൻറ്റുകളും ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്ലാറ്റുകളായിട്ടുള്ള ഗ്രില്ലാണ് ജീപ്പിൻ്റെ മുഖമുദ്ര. ഈ ഒരു ഗ്രില്ലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലരും താറിന് ഈ ഒരു ഗ്രില്ലൊക്കെ കയറ്റിയിട്ട് റാംഗ്ലർ ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. താറിനെ പലരും ബേബി റാംഗ്ലർ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് എന്നും പറയാം. അതുപോലെ തന്നെ ഈ ലൈറ്റിംഗ് ഇത് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വിഞ്ചും ഇതും ഇവർ ചെയ്തിട്ടുള്ളതാണ്. ഈ വിഞ്ചിൻ്റെ ഈ ഒരു ലാമ്പിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഗോപ്രോ മൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫ് റോഡിനൊക്കെ പോകുന്ന സമയത്ത് ഗോപ്രോ ഒക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും നമ്മളെ കട്ടില്ല, മുമ്പത്തെ കാഴ്ചകൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ബമ്പർ കാണാം, വിഞ്ചും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ബമ്പർ. അതുപോലെ തന്നെ കളർ ടോൺ ഇവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം, ജീപ്പിൻ്റെ മോണോഗ്രാം എല്ലാം കൂടി കൊടുത്തിട്ടുള്ള തരത്തിലുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഈ ഒരു ഭാഗം ശരിക്ക് ജീപ്പിൻ്റെ ഒരു ഫേസ് ആണെന്ന് പറയാം. ഈ ഗ്രില്ലും അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റും എല്ലാം കൂടി ചേർന്നിട്ടുള്ള. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്രീത്തിങ്, അതായത് എയർ സ്കൂപ്പിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അതൊരു നൈസായിട്ടുള്ള സംഭവമാണ്, കാരണം ഹീറ്റ് ആവുന്ന സമയത്ത് കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സൈഡിലൊരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് യാതൊരുവിധ വ്യത്യാസവും കാര്യമായിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റൂബിക്കോണിൽ നിന്ന് തുല്യമായ ഒരു സാദൃശ്യം നമുക്ക് കാണാം. കാരണം റൂബിക്കോൺ അവിടെ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ നമുക്ക് കാണുന്നില്ല. ആസ് യൂഷ്വൽ കോമൺ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ യൂണിറ്റാണ്. ഈ ക്യാമറ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡിനൊക്കെ പോകുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും മഡ് റേസ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വാട്ടർ വെയ്ഡിങ് നടത്തുന്ന സമയത്ത് ക്യാമറയിൽ ചെളി പിടിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. ആ സമയത്ത് അത് വാഷ് ചെയ്യാനുള്ളൊരു യൂണിറ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രില്ലിനകത്ത് നമുക്ക് ഹണികോം ഡിസൈൻസും കാര്യങ്ങളൊക്കെ അത് ജീപ്പിൻ്റെ ഒരു മുഖമുദ്രയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ബമ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സ്ക്രൂകൾ കാണാം. ഈ സ്ക്രൂകളുടെ പ്രത്യേകത നമ്മൾ റൂബിക്കോൺ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. ഒരൊറ്റ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും ഊരിയെടുത്ത് പാക്ക് ചെയ്ത് സെറ്റപ്പാക്കി വെക്കാം എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ തന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗം നമ്മളുടെ ആ ഒരു പഴയ ട്രഡീഷൻ സിസ്റ്റത്തെ കുറച്ചും കൂടി മോഡേൺ വൽക്കരിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അതൊരു നൈസ് സംഭവം അല്ലേ.
അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ വാഹനത്തിൻ്റെ ടയർ വരുന്നത്. ടയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ മൊത്തം യൂണിറ്റ്, അതായത് അലോയും അതുപോലെ തന്നെ ടയറും എല്ലാം കൂടി ചേർന്നിട്ടുള്ളത് ഇവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം റൂബിക്കോൺ എന്ന് പറയുന്ന മോഡലിനകത്തും അല്ലെങ്കിൽ അതുപോലെ തന്നെ ജീപ്പിൻ്റെ ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന മോഡലിനകത്തും ഇത്തരത്തിലുള്ളൊരു ടയർ അല്ല വരുന്നത്. രണ്ടിനകത്തും മൾട്ടി ടെറൈൻ ടയറാണ്. അതായത് മൾട്ടി ടെറൈനുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ കുറച്ചും കൂടി കട്ട കൂടിയ ഒരു ടയറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ടയർ മാറ്റിയിട്ട് ഇവർ കുറച്ചും കൂടി വലിയൊരു ടയർ ഘടിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഫോക്സ് എന്ന് പറയുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റ് കാണാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വൈറ്റ് കളർ സസ്പെൻഷൻ ഇവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ അത് അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്. ഒരു ചോപ്പ് ഫോക്സിന് തന്നെയാണ്. റെഡ് ഗ്ലാഡിയേറ്ററിനകത്ത് ഫോക്സാണ് കൊടുത്തത്. ഗ്ലാഡിയേറ്ററിന് വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റൂബിക്കോൺ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അത് ആ ബ്ലാക്കിൽ റെഡ് കളറായിട്ട് ഇങ്ങനെ കൊടുത്ത സമയത്ത് ഫോട്ടോഷോപ്പിൽ സ്ട്രോക്ക് കൊടുത്ത മാതിരില്ലേ, നല്ല രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതൊരു ഡിസൈൻ എലമെൻറ്റ് മാത്രമാണ്. അതിനകത്ത് ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ ജീപ്പിൻ്റെ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്കൊരു ആൻറ്റിന കാണാം. ഇതേ സ്ഥലത്ത് ഈ വാഹനത്തിൻ്റെ അപ്പുറത്ത് സൈഡിൽ ജീപ്പ് പെർഫോമൻസ് പാർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഹുഡിൽ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇതെന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, അങ്ങോട്ട് മടക്കി വെക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ വര വീഴാതിരിക്കാൻ അല്ലെങ്കിൽ ഹുഡ് ചെന്ന് ഇടിച്ചിട്ട് ഗ്ലാസ്സിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റബ്ബർ ഭാഗം അവിടെ കൊടുത്തുള്ളത്. ഇത് നമുക്ക് ഊരിയെടുക്കാവുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള കേട്ടോ. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറർ, ഇൻഡിക്കേറ്റർ മാത്രമാണ് ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് വേറെ കാര്യമായിട്ട് ഒന്നുമില്ല. ഇലക്ട്രിക്കലി അല്ല, ഒക്കെ മാനുവലിയാണ്. നമ്മൾ പിടിച്ച് തിരിച്ച് മടക്കി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് നമ്മൾ പലപ്പോഴും ഊരി വെക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓഫ് റോഡിനൊക്കെ പോകുന്ന സമയത്ത് ഈ ഡോറ് മൊത്തം നമുക്കെടുത്ത് ഊരി വെക്കാം. കാരണം അപ്പം ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻസും കാര്യമായിട്ടില്ല എന്ന് പറയും. ആകെ ഒരു ഡോർ ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺസ് മാത്രമേ ആ ഡ്രൈവിംഗ് സൈഡിലേക്കും അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഭാഗത്തിനെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറ് റിമൂവ് ചെയ്യാനുള്ള ഒരു സഹായം എന്നാണ്. അത് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പൊന്തിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഡിസൈൻ ഇങ്ങനെ വരാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാംഗ്ലറിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയാണ് ശരിക്കും ബാക്ക് ടയറിൻ്റെ ഫെൻഡേഴ്സും കാര്യങ്ങളും വരുന്നത്. അങ്ങനെ ഒരു ഫെൻഡർ അവിടെ വരുന്നതുകൊണ്ടാണ് ആ ഡോർ അങ്ങനെ ആക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തും ആ ഡോർ അങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത്, ഗ്ലാഡിയേറ്ററിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഡോർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പാർട്സിൻ്റെ അവൈലബിലിറ്റി, അതായത് ഡോറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വേറെ ഡോർ കിട്ടാനുള്ള സമയം, അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഓർഡർ ചെയ്ത് വരുത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് റാംഗ്ലറിൻ്റെയോ അല്ലെങ്കിൽ സാധാ ജീപ്പിൻ്റെയോ തന്നെ ഡോർ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇതിന്മേൽ വെക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുത്തതെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാതിരിക്കാനുള്ള വേറെ റീസണൊന്നും കാര്യമായി കണ്ടില്ല എന്നുള്ളതിനാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഫെൻഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം, സൈഡിലും നമുക്ക് ഫെൻഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഫെൻഡറിൻ്റെ അകത്തൊന്നും കാര്യമായില്ല, വലിയ ഫെൻഡറുകളാണ്. ആ ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഏത് ടെറയിലേക്കും അനായാസേന കയറി പോകാൻ ഇനി ഇതിലും വലിയ ടയർ വേണമെങ്കിൽ വെക്കാം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ സാഹിത്യപരമായിട്ട് പറയാമെന്നുള്ളതാണ്. ഇനി ഈ ഒരു ഭാഗമാണ് ശരിക്കും ഗ്ലാഡിയേറ്ററിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മളുടെ നാട്ടിൽ കണ്ട് ശീലിച്ച ജീപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറയാം. ഇത് ഏകദേശം 2 ടൺ സാധനം നമുക്ക് കെട്ടിവലിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു വാഹനമാണ് എന്ന് പറയാം. അതായത് 2000 കിലോഗ്രാമോളം നമുക്ക് എന്ത് ചെയ്യാം, കെട്ടിവലിച്ച് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഗ്ലാസ് ഭാഗമാണ്. അതിനകത്തൊരു കിളിവാതിലുണ്ട്, ബാക്കിൽ ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ നോക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് വ്യൂ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹകരിക്കും. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ എന്തെങ്കിലും സാധനമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാനും അത് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേലോഡ് ഏരിയയാണ്. നമുക്ക് ലോഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളൊരു ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടല്ല കൊണ്ടുപോകാം, താഴേക്കാണ്. അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പിനെ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. ഇതിവിടെ കൊടുക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ട്രക്കിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്കപ്പിനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണില്ല, അവിടെയാണ്. അവിടെ കൊടുക്കാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ ലാമ്പ് കവർ ചെയ്ത് പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ കൊടുത്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആലോചിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതുപോലെ തന്നെ ജീപ്പിൻ്റെ ഒരു വലിയ ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെയിൽ ലാമ്പ് യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജീപ്പിൻ്റെ ആ ഒരു സാധാരണ സ്ക്വയർ സംഭവം തന്നെയാണ്, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു മോഡലിന് ലോഞ്ച് എഡിഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ ഒരു ബാഡ്ജിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോഞ്ച് എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡായിട്ട് ആകെ 3000 പീസുകൾ മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു എഡിഷനാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് പക്ഷേ GCCയിൽ അറൗണ്ട് 500 പീസൊക്കെ ഉണ്ടാവുള്ളൂ. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതുപോലെ തന്നെ ബാക്ക് ബമ്പറും കാര്യങ്ങളൊക്കെ പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഹണികോം ഗ്രില്ലിൻ്റെ പാറ്റേൺ ഈ ഒരു ഭാഗത്ത് നല്ല രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടി വലിച്ചു കൊണ്ടുപോകാൻ ടോ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇത്രയും നമുക്ക് ബാക്കിൽ നിന്ന് കാര്യമായിട്ട് പറയാനുള്ളൂ. ഇത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്തുകൊണ്ട്, അതായത് ഈ ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്കിത് ഒരിക്കലും പൊക്കാൻ കഴിയില്ല. എത്ര നമ്മൾ പൊക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊക്കാൻ കിട്ടില്ല. നേരെ മറിച്ച് ടെയിൽ ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ
നമുക്ക് പിന്നെ ഇത് സിമ്പിളായിട്ട് മടക്കാം. ഇവിടെ നിന്ന് മടക്കി കഴിഞ്ഞാൽ, അതായത് ആ ഫസ്റ്റ് സ്റ്റെപ്പ് മടക്കി കഴിഞ്ഞിട്ട് അതിനകത്തൊരു റെഡ് ഭാഗം കാണാം കേട്ടോ. രണ്ട് ഭാഗത്തും റെഡ്. ഈ റെഡ് ഭാഗം ഒന്നും ഇങ്ങോട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സിമ്പിളാണ്, അത്ര റിസ്കി ഒന്നുമല്ല. രണ്ടാളുകളുണ്ടെങ്കിൽ വളരെ അനായാസേന കഴിയും എന്നുള്ളതാണ്. ധാരാളം സ്ഥല സൗകര്യമുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ലഗേജസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കയറ്റി കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ കൊള്ളാമല്ലേ, നൈസാണ്. ശരിക്കും പറഞ്ഞാൽ മൾട്ടി പർപ്പസാണ്. ലഗേജിനൊന്നും ബൂട്ട് സ്പേസിനൊന്നും സ്ഥലം പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇതെന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ ലോക്കായി. ഇനി ഇത് ഇങ്ങോട്ട് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇത് ക്ലോസ് ചെയ്യാം. സിമ്പിളാണ് സംഭവം, കൊള്ളാം. ഇനി ഇതിനെ മുകളിൽ സാധനം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെച്ചിട്ട് കെട്ടിയാൽ മതി, അല്ലെങ്കിൽ പാറിപ്പോകും എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അകത്ത വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോറിലേക്ക് അങ്ങനെ കാര്യമായ കണക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ നമ്മൾ റിമൂവ് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാം കാര്യമായിട്ടൊന്നുമില്ല. ഈ വൈറ്റ് ഭാഗമൊക്കെ, ഈ ഒരു ഭാഗമൊക്കെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് എടുത്തിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കാം. അപ്പോൾ നമുക്ക് ഫുള്ളി ഓപ്പൺ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ മുകളിൽ കാര്യമായിട്ട് കണക്ഷൻസ് ഒന്നും കൊടുത്തില്ല. സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത് സാധാരണ ഡോറിൽ കാണേണ്ട സാധനങ്ങളാണ്. സ്പീക്കറൊക്കെ അത് ഇവിടെയാണ് കൊടുത്തുള്ളത്. റിമൂവ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുതന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതർ സീറ്റുകളാണ്. അതിനകത്ത് റൂബിക്കോൺ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൂബിക്കോൺ എഡിഷൻ ആയതുകൊണ്ട് തന്നെ ആംബ്രസ്റ്റ് കാണാം. ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതൊരു ചെറിയ സ്റ്റോറേജ് സ്പേസാണ്. ഇനി കുറച്ചും കൂടി വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി മൊത്തത്തിൽ പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു വലിയ സ്റ്റോറേജ് സ്പേസും കാണാം എന്നുള്ളതാണ്. കൊള്ളാമല്ലേ. അതിനകത്തൊരു USB ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ലെതർ തന്നെ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ മാനുവൽ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് നല്ലത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡറുകൾ കാണാം. ഈ കപ്പ് ഹോൾഡറിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണൊക്കെ വെക്കാനുള്ളൊരു ഗ്യാപ്പാണ്. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫോണുകളോട് വെക്കാം. അപ്പോൾ അത് ഇളകും, പക്ഷേ വീണ് പോകില്ല എന്നുള്ളതാണ് അതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഈ ഓഫ് റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ചടങ്ങിലേക്ക് കയറുകയാണ്. അതായത് ഈ വാഹനത്തിന് നമ്മൾ ഗുഡ് എയർ ധരിപ്പിക്കുകയാണ്. ഗുഡ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു എയർ പ്യൂരിഫയറാണ്. ഇൻറ്റിഗ്രേറ്റഡ് കാർബൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിന് യാതൊരുവിധ സ്മെല്ലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ ഇല്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇതൊരു ഗൾഫ് രാജ്യമാണ്. ഗൾഫ് രാജ്യത്ത് നമ്മൾ വാഹനം പുറത്ത് നിർത്തിയിട്ട് പോകുന്ന സമയത്ത് ഇവിടെ പൊതുവെ ആരും വാഹനം ഓഫ് ചെയ്യാറില്ല, AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും AC ഒക്കെ ഓഫ് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയൊക്കെ അങ്ങനെ നിർത്തിയിട്ട് പോകുമ്പോൾ ഈ ലെതറൊക്കെ ഹീറ്റായിട്ട് സ്മെല്ല് വരും. അത് നമ്മുടെ ശരീരത്തിന് കേടാണ്, ഹാംഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെ വരുന്ന സ്മെല്ലുകൾ അതുപോലെ തന്നെ വാഹനത്തിനകത്തുണ്ടാകുന്ന ബാഡ് ഓഡേഴ്സിനെയൊക്കെ ഈ സാധനം എന്ത് ചെയ്യും, വലിച്ചെടുക്കും. അത് പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇതൊരു എയർ പ്യൂരിഫയർ ആണ്. ശരിക്കും നമ്മൾ സാധാരണഗതിയിലൊരു എയർ പ്യൂരിഫയർ അല്ലെങ്കിൽ ഒരു എയർ പെർഫ്യൂം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം 2 മാസത്തെ ആയുസാണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഇത് ഗൾഫ് രാജ്യത്ത്, അതായത് ചൂട് കൂടുതലുള്ള ഗൾഫ് രാജ്യത്ത് ഏകദേശം 1.5 വർഷത്തോളം, നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷത്തോളം നമുക്കിതൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് അതൊന്നും പറയാനില്ല. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ഗ്രഹാതുരത്വമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഇത് വാങ്ങി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താഴെ നമ്മൾ വീഡിയോയുടെ അകത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങാം, അതുപോലെ തന്നെ ഉപയോഗിച്ച് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാം. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞിട്ട് നമ്മൾ ബാക്കി നമ്മുടെ ഗ്ലാഡിയേറ്ററിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷനാണ്. ഈ ട്രാൻസ്മിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഗ്ലാഡിയേറ്ററിൻ്റെ ലോഗോ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്. നല്ല ക്വാളിറ്റി സൗണ്ട് അല്ലേ. നമ്മൾ വീണ്ടും ഇത് പാർക്കിലേക്ക് തന്നെ ഇട്ടു. അപ്പോൾ ഇത് നല്ല രസകരമായിട്ടുള്ളൊരു സംഭവം. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നമുക്ക് 4 വീൽ ഡ്രൈവിൻ്റെ ഒരു ഭാഗം കാണാം. 2 ഹൈയും അതുപോലെ തന്നെ 4 ഹൈ ഓട്ടോയും 4 ലോയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ട്, റിയർ കാര്യങ്ങളൊക്കെ അതുപോലെ ടോഗിൾ സ്വിച്ച് പോലെയാണ്. അതുപോലെ തന്നെ സ്വാബാറിൻ്റെ കൺട്രോളും മറ്റ് കൺട്രോളുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അതുപോലെ തന്നെ ഇത് പവർ വിൻഡോ കൺട്രോൾ ഡോറിൽ കൊടുക്കേണ്ടതാണ്, ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. സിഗരറ്റ് കത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇത് നമ്മുടെ AC വെൻറ്റിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാസ്റ്റർ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കാണാം. മ്യൂസിക് ഒന്നുകൂടി കേൾപ്പിച്ചാണ്. അതുപോലെ തന്നെ ഇത് നമ്മളുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. നമുക്കൊരു 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതൊരു മോൾഡ് ചെയ്ത് വെച്ച രീതി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഉള്ളിലേക്ക് ഒരു ഓഫ് റോഡിനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ തന്നെ വേണം. പ്രത്യേകിച്ച് ഇളകുന്നൊരു സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ എന്തായാലും നമ്മൾ റഫ് ഓഫ് റോഡിനൊക്കെ ആയിരിക്കും എന്തായാലും പോവുക. ക്യാമറ നമുക്കിവിടെ കാണാം, ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ. ഈ ക്ലീൻ എന്ന് പറയുന്ന ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ക്യാമറ
ക്ലീൻ ആക്കും. ബാക്കിലത്തെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഫ്രണ്ടിൽ മാത്രമാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഫ്രണ്ടിലത്തെ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ ക്ലീൻ ക്യാമറ എന്നുള്ള ഓപ്ഷൻ വരുന്നുള്ളൂ. അത് കൊള്ളാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ്, ഇതിനകത്ത് ലാംഗ്വേജ്, സേഫ്റ്റി, ഡ്രൈവിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ തന്നെ ഓഫ് റോഡ് എന്ന് പറയുന്ന ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് ആംഗിൾസ്, കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം എന്നുള്ളതാണ്. ഒരു ജീപ്പ് ഇങ്ങനെ ഓടിപ്പോകുന്നതുകൊണ്ടാണ് അതിൻ്റെ ആംഗിൾസും കാര്യങ്ങളൊക്കെ ഇതിനകത്തും കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാഡിയേറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ ഓഫ് റോഡ് എന്ന് പറഞ്ഞ മോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ആക്റ്റീവായി വരുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ, ഓഫ് റോഡ് ലോഡ് ചെയ്യുമ്പോൾ അടിയിൽ കൂടി ഒരു ഇത് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ കാണുന്നില്ല, ഞാൻ ഓഫ് ചെയ്ത് ഓൺ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഡാഷ്ബോർഡാണ്. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പക്ഷേ എന്നിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഡാഷ്ബോർഡ്, അതായത് അത്ര വീതിയൊന്നുമില്ല. കാരണം ഇതൊരു പക്ക ഒരു ഓഫ് റോഡ് വാഹനം ആയതുകൊണ്ട് തന്നെ ഒരു പർപ്പസ് അതിന് അത്ര കാര്യമായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതങ്ങനെ ഫ്രീ ആയിട്ട് അവിടെ ഒന്നും വിടാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലതും സേഫായിട്ട് ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിടിച്ചിരിക്കാനുള്ള സെറ്റപ്പും ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സൊക്കെ ലോക്കബിളാണ്, നമുക്ക് കീ ഉപയോഗിച്ച് തന്നെ ലോക്ക് ചെയ്യാം. ഇതൊക്കെ ഒരു ലെതർ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റിയർ വ്യൂ മിററും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ ആസ് യൂഷ്വൽ നോർമൽ തന്നെയാണ്. ഇവിടെയൊക്കെ പിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ ഇതൊക്കെ കണ്ടോ, ടെമ്പററി നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളാണ്. കൊള്ളാം അല്ലേ? ഇരിക്കുന്ന സമയത്ത് സീറ്റും വളരെ കംഫർട്ടാണ്. ഓഫ് റോഡിലേക്ക് ഇരിക്കാൻ കേട്ടോ, ഇങ്ങനെ നമ്മൾ സ്റ്റഡി ആയിട്ട് സ്റ്റേൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് എല്ലാം അനലോഗാണ്. അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു ഡിജിറ്റൽ ഉണ്ട്. അത് ഓൺ ആക്കി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തൊരു ജീപ്പിനെ കാണാമെന്നുള്ളതാണ്. വാഹനം ഓൺ ചെയ്ത് വരുന്ന സമയത്ത് അതും ഒരു നൈസായിട്ടുള്ള സംഭവമാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്റ്റിയറിംഗ് വീല്, അതിനകത്ത് ജീപ്പിൻ്റെ ലോഗോ കാണാം. ഇതാണ് ഹോൺ വരുന്നത്. ഗൾഫിൽ ഹോണിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടണും ലൈൻ കീപ്പ് അസിസ്റ്റിൻ്റെ ബട്ടണും അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും ഈ വാഹനത്തിനകത്തുണ്ട്. അത് ഈ ഒരു ലോഞ്ച് എഡിഷനകത്ത് വന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. തൊട്ടിപ്പുറത്തേക്ക് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളും കോൾ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. കൊള്ളാമല്ലേ? ഫ്രണ്ടിൽ സ്റ്റിയറിംഗ് വീലും കുഴപ്പമൊന്നുമില്ല. ഒരു 4 സ്പോക്ക് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ശരിക്കും 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. കൊള്ളാം. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് റിയറാണ്. റിയർ സീറ്റിംഗ്, അതായത് ഫാമിലിയൊക്കെ ആവുന്ന സമയത്ത് ബാക്കിലൊക്കെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുമോ. അതുപോലെ തന്നെ അതിനകത്തും ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ഭാഗം ഒന്ന് നോക്കാം. ഈ ഡോറേ കമ്പാരിറ്റീവ്ലി ചെറുതാട്ടോ, ഫ്രണ്ടത്തിനെ അപേക്ഷിച്ച് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഈ മാറ്റ് നോക്കി നോക്കിയാൽ ജീപ്പിൻ്റെ അതിനകത്ത് ഒരു ടെറൈൻ്റെ കുന്നും മലകളുടെ ഒരു ചിത്രമൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഉണ്ടോ ഒരു കപ്പ് ഹോൾഡർ പോലത്തെ ഒരു പർപ്പസും കാര്യങ്ങളൊക്കെ കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോളിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള തൊട്ട് മുകളിൽ ഇവിടെ ആയിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ AC വെൻറ്റുകളെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തൈ സപ്പോർട്ട് സീറ്റ് കുറച്ചും കൂടി ചെറുതാണ്, കുറച്ചും കൂടി വലിയ സീറ്റാണെന്നുണ്ടെങ്കിൽ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുമായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ ഈ സീറ്റിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ്. ഈ സീറ്റ് നമുക്ക് മുകളിലേക്ക് പൊക്കാം. പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസാണ്. സ്റ്റോറേജ് സ്പേസ് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം അതിന് മാത്രം സാധനം ഇപ്പം അതിനകത്തുണ്ട്. ധാരാളം സ്ഥല സൗകര്യമുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ്. ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സീറ്റിന് അടിയിലുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് പൊക്കി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് നൈസായിട്ടൊരു സംഭവമാണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആംബ്രസ്റ്റ് കുറച്ച് ഉയരത്തിലാണ്, അതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്റ്റേണായിട്ട് ഇരിക്കാൻ പറ്റും. മറ്റേ കുറച്ച് കൈ താഴ്ത്തി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അത് കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. മുകളിൽ ഇവിടെ ഒരു റിബൺ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇത് കൊടുത്ത് ഇങ്ങോട്ട് ഇതായി വരും. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഈ വാഹനത്തിനകത്തുണ്ട്. ഇതും കൂടി വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം. അല്ലേ, ഇത് നമുക്ക് എവിടെയും കൊണ്ടുപോകാം. അതായത് ചാർജ് ചെയ്യുന്ന ഇതിനകത്തൊരു പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്തും അതിൻ്റെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അതിനകത്ത് കണക്ട് ചെയ്താൽ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളൊരു ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഇട്ട് ഫോണൊക്കെ കണക്ട് ചെയ്ത് പാട്ടെല്ലാം കേട്ട് ചായ എല്ലാം കുടിച്ച് നല്ല എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം. അതിനുള്ളൊരു സൗകര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഗ്ലാഡിയേറ്റർ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് ഇപ്പോൾ ചില വാഹനത്തിനകത്തൊക്കെ വരുന്നുണ്ട്, ചില GMCനകത്തൊക്കെ ഇത് വരുന്നുണ്ട് എന്ന് പറയാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ആണോ അതവിടെ ലോക്ക് ആയിക്കോളും. ഒരു ചെറിയ ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു നൈസായിട്ടുള്ള സംഭവമല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പലപ്പോഴും നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ വയർലെസ് ബ്ലൂടൂത്ത് എടുത്തില്ലല്ലോ എന്ന് പിന്നെ സങ്കടപ്പെടാറുണ്ട്. ഇതിട്ട് പോകുമ്പോൾ ആ സങ്കടത്തിൻ്റെ ആവശ്യമില്ല, ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിരിക്കുന്ന ഈ സീറ്റ് ഉണ്ടല്ലോ, ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ഇതിനകത്ത് ചില സ്റ്റോറേജ് സംഭവങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിക്കാം. കണ്ടോ, ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസിൻ്റെ കണ്ടിന്യൂഷനാണ്. പിന്നെ
ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ കാണാം കുറേ ഓട്ടകൾ. ഈ ഓട്ടകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാഹനത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അയച്ചെടുക്കാമെന്നുള്ളത്. ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവറും ഈ കമ്പനി ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് അത് വരേണ്ടതാണ്, ഇവരത് മാറ്റി വെച്ചിട്ടുണ്ട് ഓണേഴ്സ്. അപ്പം സ്ക്രൂകൾ നമ്മൾ ഊരി വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. സ്ക്രൂ പല ഭാഗത്തായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ജീപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൂബിക്കോണിൻ്റെ അകത്ത് ബാക്കിൽ നമ്മൾ ബൂട്ട് സ്പേസിനകത്തൊരു സ്പേസ് ഉണ്ട്. ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബോക്സ് കൊടുത്തേക്കാം. നമുക്ക് ഇതിനകത്ത് എടുത്ത് വെക്കാം. ആവശ്യം കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ വന്ന് എടുത്ത് തിരിച്ച് ഫിറ്റ് ചെയ്യുകയും ചെയ്യാമെന്നുള്ളതാണ്. അതൊരു നൈസായിട്ടുള്ള സംഭവമല്ലേ, നൈസാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കിതൊന്നും ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള കംപ്രസേഴ്സാണ്. ഇത് ഈ ഓണേഴ്സിൻ്റെ തന്നെ ഒരു കമ്പനിയാണ്. ഇവർ ഇവിടെ ഇൻ്റർനാഷണലി സപ്ലൈ ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിനെയും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കൊള്ളാം. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരും. അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റുകൾ നമ്മളിപ്പം ഇതിനകത്ത് സ്റ്റോറേജിനകത്ത് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകില്ലേ, നമ്മളെവിടെയെങ്കിലും ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ എന്ന പേടി നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഈ കീ ഉപയോഗിച്ചിട്ട് ഈ വലിക്കുന്നൊരു ഭാഗം അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് ഇവിടെ നമുക്കൊരു കീയുടെ ഒരു പോർട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ കീ ഇട്ടിട്ട് എടാ ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ലോക്കാണ്. ഇനി ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പോരില്ല. എടാ ഞാനത് കീ ഇട്ടിട്ട് തുറക്കാൻ പോവാണ്. തുറന്നു കഴിഞ്ഞാൽ ഉണ്ട് അങ്ങനെയുണ്ട്. നൈസല്ലേ. അവിടെയും അത് ലോക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഇവിടെയും അത് ലോക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് ലോക്ക് ചെയ്താൽ രണ്ട് ലോക്ക് ആവും എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. രണ്ടിനും സെപ്പറേറ്റ് ലോക്ക് ചെയ്യണം. കാരണം രണ്ട് സ്ഥലങ്ങളായിട്ടാണ് ക്രമീകരിച്ചുള്ളത്. കൊള്ളാം. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് ആകെ മൊത്തം ടോട്ടലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് എൻജിൻ റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹുഡ് പൊന്തിക്കാനുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഓപ്പൺ ആക്കാനുള്ള മെത്തേഡ്. ഇതിനൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്, നല്ല കനമുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ 3.6 ലിറ്റർ V6 എഞ്ചിൻ. 3.6 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജീപ്പിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. പാക്കിങ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ഫുള്ളി പാക്കഡ് ആക്കി വെച്ചിട്ടുണ്ട്. 245 ഹോഴ്സ് പവറും 350 Nm ടോർക്കുമാണ് ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. 0 to 100 എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 7.4 seconds ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അത്രയും സമയം കൊണ്ട് എത്തുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്യൂറായിട്ടും അത് ഓഫ് റോഡ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ധാരാളം എലമെൻറ്റുകൾ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ശരിക്കും ഈ ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന പേര് 1962 മുതൽ ഏകദേശം 1988 വരെ വാഹന വിപണിയിലുണ്ടായിരുന്ന ജീപ്പിൻ്റെ ഒറിജിനൽ ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന മോഡലിൽ നിന്ന് പിന്നീട് ഇൻസ്പിറേഷൻ ഏറ്റെടുത്തിട്ട് ഈ ഒരു മോഡലിന് ജീപ്പ് പേര് കൊടുത്താണെന്ന് പറയാം. കാരണം ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന പേര് ശരിക്കും മുമ്പ് ഉണ്ടായിരുന്നു എന്നതാണ് ചുരുക്കം. എന്തായാലും ഈ വാഹനത്തിൻ്റെ UAE മാർക്കറ്റിൽ വില വരുന്നത് ഏകദേശം 2,40,000 ദിർഹമാണ്, UAE ദിർഹം. ഇന്ത്യയിൽ നിലവിൽ ഇതുവരെ അനൗൺസ് ചെയ്യാത്തതുകൊണ്ട് ഇന്ത്യൻ റുപ്പിയിൽ പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ ഓണർ നമ്മളുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഓടിച്ചു നോക്കാം. ഇത് ഒഴിഞ്ഞ ഒരു പ്രദേശമാണ്, ഒരു ഡെസേർട്ട് പോലത്തെ ഒരു ഏരിയയാണ്. ഇവിടെ നമുക്കിതൊന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ ജാഷിക്ക? മംസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജാഷിക്ക നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജാഷിക്ക നമ്മളെ സ്ഥിരാംഗമാണ് നമ്മുടെ ഈ യാത്രയിൽ. അതുപോലെ തന്നെ അമൃത് ബ്രോയുടെയാണ് ശരിക്ക് ഈ വണ്ടി, അതായത് നമ്മുടെ ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന മോഡൽ. നേരത്തെ ഒരു JKൻ്റെ റൂബിക്കോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, JK സീരീസിൽ പെട്ട് സ്പോട്ട്. അതിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു വാഹനം എടുക്കാനൊരു റീസൺ ഉണ്ടാവുമല്ലോ, മറ്റേത് പഴയതായി, അപ്പോൾ പുതിയതെടുത്തു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇതിലേക്ക് വന്ന സമയത്ത് ഫീൽ ചെയ്ത വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ടോട്ടലി ഡിഫറെൻറ്റ് കാറാണ്. ഇറ്റ്സ് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ലെവലാണ്. അതോ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന മറ്റൊരു രൂപത്തിൽ ഒരു 1-2 ഉദാഹരണം പറയണമെങ്കിൽ? പഴയ ജനറേഷൻ താറും പുതിയ ജനറേഷൻ താറും ആ വ്യത്യാസം. നല്ല എക്സാമ്പിൾ. അത്രയും വ്യത്യാസം ശരിക്ക് ഫീൽ ചെയ്തു. എപ്പോഴെങ്കിലും ഒരു ഇപ്പം ഇത് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും പഴയ JK സീരീസിലേക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മൊമെന്റിൽ? ഇല്ല. ഓഫ് റോഡിലോ ഡെസേർട്ടിലോ ഒന്നും തോന്നിയിട്ടില്ല. ഓഫ് റോഡിൽ ഇറ്റ്സ് ഈവൻ ബെറ്റർ ആക്ച്വലി. ഇത് ഇതിന്റെ കേപ്പബിലിറ്റി ഫുൾ ആയിട്ട് ഇതുവരെയ്ക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെയ്തിട്ടുള്ളൂ. ഇനിയുണ്ട്. സോ എന്തായാലും ഉടനെ യൂസ് ചെയ്യാൻ പറ്റട്ടെ. അത് പറ്റില്ല. വേറെ ഡ്യൂൺസ് ഇനി എവിടുന്ന് കൊണ്ടുവരും? അങ്ങനെ വേറെ പ്രദേശം. ഞാൻ വെച്ച് UAE ഡ്യൂൺസ് പറ്റില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. അത് പറയാൻ വിട്ടുപോയി. അമൃത് ബ്രോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. അതായത് ഓട്ടോമൊബൈൽ കസ്റ്റമൈസേഷൻ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ നമ്മളെ
നമ്മളെ കംപ്രസർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവർ തന്നെയാണ്. അതെ ഓൺ ഡിസൈൻ. അതുപോലെ തന്നെ ഈ ഒരു ഇത് നമ്മളെ ഗോപ്രോ വെക്കാനുള്ള സാധനമൊക്കെ ചെയ്തിട്ട് ഗോപ്രോ മൗണ്ട് ഒക്കെ ചെയ്ത് ഇതിനകത്തും ഒരു പവർ മൗണ്ട് കണ്ടില്ലേ? അതിനകത്ത് ഡാഷ്ബോർഡിന് മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അതായത് പക്കാ ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിട്ട്. എന്തായിരുന്നു കമ്പനിയുടെ പേര്? NSV. അപ്പം UAE തന്നെ റീറ്റെയിലല്ല, ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ ദൻ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളേ ഈ വാഹനം കുറച്ചു നേരം ഒന്ന് ഓടിച്ചു നോക്കിയതിനുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന സമയത്ത് 2-3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന്, വാഹനം ഇപ്പോഴുള്ള സസ്പെൻഷൻ കുറച്ചും കൂടി സ്റ്റിഫാണെന്നാണ് അമൃത പറഞ്ഞത്. കാരണം ഇതിൻ്റെ സ്റ്റോക്ക് കുറച്ചും കൂടി സ്മൂത്താണെന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നു ഞാൻ ഈ സസ്പെൻഷൻ വെച്ചിട്ടും എനിക്കിപ്പം നമ്മൾ ആ ഒരു ഇതൊക്കെ ചാടുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ഫീലുണ്ട്. അതൊരു നല്ല ഫീലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഡെസേർട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ഡെസേർട്ടിൻ്റെ ആ ഒരു കയമുഴകൾ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യാൻ അതിന് പറ്റുമെന്ന് തോന്നി. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എൻജിൻ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അങ്ങനെ സെയിം ആയതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന റാംഗ്ലറിൽ നിന്ന് മാറിയിട്ടൊരു ഇത് ഓടിക്കുന്ന ഗ്ലാഡിയേറ്റർ ഓടിക്കുന്ന സമയത്ത് വലിയ വീൽ ബേസ് ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഫീൽ ചെയ്യാവൂ. പക്ഷേ അതൊരു ഡ്രൈവിലേക്ക് ഫീൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് നമുക്ക് എടുത്ത് പറയാം. സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോധേഡല്ല, നമ്മൾ എത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബാക്കിയെല്ലാം തന്നെ നമ്മൾ റൂബിക്കോണിൻ്റെ ഏകദേശ ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പറയേണ്ടി വരും. കുറച്ചുകൂടി എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയാം. റൂബിക്കോൺ അല്ല, ഇത് കുറച്ചും കൂടി ഒരു എഫേർട്ട് എടുക്കാൻ പറ്റിയൊരു സാധനമാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ഇന്ത്യയിൽ എന്താ അമൃതപുരൻ്റെ അഭിപ്രായം എന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ തോന്നുന്ന സക്സസ് ആവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാരണം വെച്ചാൽ ഓഫ് റോഡിന് പോകുന്ന ആളുകൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാം, അത്യാവശ്യം കുടുംബത്തിൽ വിരുന്നിന് പോകണമെന്നുണ്ടെങ്കിൽ ഫാമിലിനായിട്ട് പോവാം, എല്ലാ പർപ്പസും ഇതിനായിട്ട് നടക്കും. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ ആവശ്യമുള്ളൊരു മെത്തേഡ് ഓഫ് വാഹനമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കോസ്റ്റാണ്. 2,40,000 ദിർഹം എന്ന് പറയുമ്പോൾ ടാക്സ് ഒന്നും ഇല്ലാത്ത UAE വരെയാണ്. ഇവിടെ ചിലപ്പം നമുക്ക് മേബാക്ക് ഒരു 8 ലക്ഷത്തിനൊക്കെ കിട്ടും, 8 ലക്ഷം ദിർഹത്തിന്. അത് വെച്ച് നോക്കുമ്പോൾ 2,40,000 എന്ന് പറയുമ്പോൾ കുറഞ്ഞ പ്രൈസ് തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കൂടും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ റൂബിക്കോണിൻ്റെ വില തന്നെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടും ഒരു പരിധി വരെ, അല്ലേ? എന്തോന്നു 60 ലക്ഷത്തോളം ഇപ്പോഴും ഉണ്ട്. നേരത്തെ ഒരു 80 ലക്ഷമായിരുന്നു, 20 ലക്ഷത്തിന് കുറവേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് വരണമെങ്കിൽ കുറച്ചും കൂടി കോസ്റ്റ് കുറക്കണം തോന്നുന്നു. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ, അവർ അതിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അപ്പം അങ്ങനെയാണ് നമുക്ക് തോന്നിയ കാര്യങ്ങൾ ഇത് ഡ്രൈവ് ചെയ്ത സമയത്ത്. ഡ്രൈവിംഗ് മെഷീൻ എന്നുള്ള നിലക്ക് ഇത് പക്കയാണ്. അപ്പം നല്ലൊരു ഡ്രൈവിംഗ് മെഷീനാണ്, നല്ലൊരു ഫാമിലി വണ്ടിയാണ്, അതുപോലെ തന്നെ നല്ലൊരു കംഫർട്ടുള്ളൊരു വാഹനമാണ്. ഓഫ് റോഡിനും അതുപോലെ തന്നെ ഡെസേർട്ടിലും അതുപോലെ തന്നെ ഓൺ റോഡിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് പക്കയാണ്. ഇവിടെ മൈലേജ് എത്ര ഇട്ടുണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു? ഗൾഫിലാരും മൈലേജ് നോക്കാറില്ല, അതിലാണ് സത്യം. അപ്പോൾ എന്തായാലും ഇത്ര തന്നെയാണ് നമുക്ക് ജീപ്പ് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിൽ വിദൂരമല്ലാത്ത ഭാവിയിൽ ഇത് വരട്ടെ എന്നുള്ളൊരു ആശംസ കൂടി ഈ വാഹനത്തിൻ്റെ ഈ ഒരു വീഡിയോയുടെ കൂടെ ചേർത്തുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചും നമ്മുടെ ചാനലിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.